ഞങ്ങൾ അങ്ങോട്ട് കൂടി വീഡിയോയാ വണ്ടി കയറ്റി പാടിന്റെ അടിക്കുക ഒരുപാട് ആൾക്കാരെ വിളിക്കണ്ട. അത് ഇവിടെയുള്ള ആൾക്കാർക്ക് കണ്ടോട്ടെ. പിന്നെ വിളിച്ചാലേ ഇതിന് ഇല്ല മീനാച്ചിക്കാട്ടിൽ വെച്ചിരുന്ന കടുവക്കൂട്ടിൽ കടുവ കുടുങ്ങിയിരിക്കുകയാണ്. ഫോറസ്റ്റ് ഓഫീസർമാർ വന്ന് കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുക്കാൻ ആരും സമ്മതിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഒരിക്കലും നമ്മൾ കാണാത്ത നിലയിലുള്ള വളരെ അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് വയനാട് ഇപ്പോൾ കടന്നു വരുന്നത്. നമുക്കറിയാം, പല ദിവസങ്ങളായിട്ട് പല സ്ഥലത്ത് കടുവ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തുകൂടിയായ ശ്രീ പുഷ്പന്റെ വീട്ടിൽ, വാഗേരിയിലുള്ള പുഷ്പന്റെ വീട്ടിൽ കരടി വന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇന്നത്തെ വാർത്ത അതിലും വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. സുൽത്താൻ ബത്തേരി ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള സുൽത്താൻ ബത്തേരി കോടതി വളപ്പിൽ ഇന്നലെ രാത്രിയാണ് കരടി വന്നത്. നമുക്കറിയാം, ഈ കരടി എന്ന് പറയുന്നത് വളരെ അപകടകാരിയായ ഒരു ജീവിയാണ്. കരടി മനുഷ്യനെ നേരെ നിന്ന് ആക്രമിക്കുന്ന ഒരു ജീവിയാണ്. മനുഷ്യനെ കണ്ടാൽ മാറിപ്പോയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെ നേർക്ക് നേർ നിന്ന് ആക്രമിക്കുന്ന ഒരു ജീവിയാണ് ഈ കരടി എന്ന് പറയുന്നത്. നമുക്കറിയാം, മാനന്തവാടി ഭാഗത്ത് പലതവണ ഈ കരടി വന്ന് വീടുകളിൽ കയറുകയും അതുപോലെ തന്നെ ആൾക്കാരുമായിട്ട് അപകടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ കരടി. ആ കരടിയെ അവർ പിടികൂടുകയോ മയക്കുവെടിയോ വയ്ക്കാതെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റി. അതിനുശേഷം ആ കരടിയാണോ എന്ന് അറിയില്ല, അതോ വേറെ കരടിയാണോ എന്ന് അറിയില്ല. ഇപ്പൊ സുൽത്താൻ ബത്തേരിന്റെ ഹൃദയ ഭാഗത്ത് നിൽക്കുന്ന കോടതി വളപ്പിലാണ് ഇന്നലെ രാത്രി ഈ കരടിയെ കണ്ടത്. അതിനർത്ഥം ആ കരടി സുൽത്താൻ ബത്തേരി ടൗണിന്റെ പരിസരത്ത് എവിടെയോ ആ കരടി ഉണ്ട്. ആ കരടി ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. എത്രയും വേഗം ഇങ്ങനെ അപകടകാരിയായ കരടിയെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിടേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് അല്പമെങ്കിലും സംരക്ഷണം ഉണ്ടാവുകയുള്ളൂ. ഈ വർഷം വയനാട്ടിൽ വറവ് കൂടുതലാണ്. വെള്ളം കുറവായതുകൊണ്ട്, മഴ കുറവായതുകൊണ്ട് തന്നെ വനത്തിൽ പല സ്ഥലത്തും വെള്ളം കുറവായതുകൊണ്ട് വന്യമൃഗങ്ങൾ നഗരങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് വളരെ വലിയ ഡെവലപ്ഡ് ആയ ഒരു പട്ടണമാണ്. അവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കരടിയും കടുവയും ഒക്കെ കാണുന്നത്. ജനുവരി മാസത്തിൽ ഇതാണ് സ്ഥിതി എങ്കിൽ മാർച്ച് മാസമാകുമ്പോൾ എന്താകും ഇവിടുത്തെ ഒരു സ്ഥിതി? ഇത് വെറുതെ വിട്ടാൽ പറ്റുന്ന ഒരു കേസല്ല. അപകടകാരിയായ മൃഗങ്ങളെ എത്രയും പെട്ടെന്ന് പിടിക്കുകയോ ഇനി